കുറച്ചും കൂടി അവിടെ ഒരു കൊമേഴ്ഷ്യലി സക്സസ് ആവണമെങ്കിൽ കുറച്ചൊരു ഗ്ലാമർ കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം ഞാൻ ചെയ്തതെന്നിൽ വെച്ച് നമുക്ക് തേടി വരുന്ന കഥാപാത്രങ്ങളും കുറച്ച് മോഡേൺ ആയിരിക്കും ഇപ്പോഴും. അങ്ങനെ അതൊരു എന്താ പറയുക, വലിയ നായകൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ നായിക ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ഭയങ്കര മോഡേൺ ആയിട്ട് തുള്ളിക്കളിച്ച് നായകൻ്റെ കുറച്ച് സീൻസും കുറച്ച് സംഭവങ്ങളും. പക്ഷെ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, മാറ്റി നിർത്താൻ പറ്റില്ല. അതും വലിയ വിജയമാകുന്ന സിനിമകളായിരിക്കാം. അപ്പം എല്ലാ സിനിമകളുടെയും ഭാഗമാകുക. അപ്പം പുറത്ത് പോയി കഴിഞ്ഞാൽ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു, അത് അവിടെ കുറച്ച് ഗ്ലാമർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതല്ലാതെ വെറുതെ നമ്മളെ ഒരു ബിംബമായിട്ട് എടുത്തു വെച്ചിട്ട് ഓക്കെ ഇതിനു വേണ്ടി മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ വീട്ടുകാരുമായിട്ട് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ കുറേ സമയം വരെയും അച്ഛനും അമ്മയും രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ തിരക്കുകളുള്ളത് കൊണ്ട് തന്നെ അതത്ര ഈസി ആയിട്ട് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അമ്മയായിരിക്കും ചിലപ്പം വരിക, ചിലപ്പോൾ അച്ഛനായിരിക്കും, അങ്ങനെ മാറി മാറി. കൂടുതലും അമ്മയാണ് കൂടെ വരാറുള്ളത്. എന്തായാലും രണ്ടുപേരുടെയും വലിയൊരു സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഒരാളെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങൾക്കൊന്നും ഒരിക്കലും അവർ എതിര് പറഞ്ഞിട്ടോ എതിര് നിന്നിട്ടോ ഇല്ല. എന്ത് സന്തോഷം തരുമോ അത് ചെയ്യുന്നതിൽ അവർക്ക് 100% സപ്പോർട്ട് തന്നെയാണ് അവർ. സിനിമയായാലും ഒത്തിരി സന്തോഷത്തോട് തന്നെ ആണ് അവർ കാണുന്നത്. അതേപോലെ തന്നെ സിനിമകൾ ഇറങ്ങുമ്പോഴും നല്ല എന്താ പറയുക, എല്ലാ കമൻസും മോശമായിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് രണ്ടുപേരും. ബോയ് ഫ്രണ്ട് തൊട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമയെ സമീപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ബോയ് ഫ്രണ്ട് കഴിഞ്ഞിട്ടാണ്. കാരണം ബോയ് ഫ്രണ്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി കൂളായിട്ടാണ് എടുത്തിരുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സിനിമകൾ അത് കഴിഞ്ഞ് വരും. അപ്പം അത് വലിയൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്ര ഓഫേഴ്സ് വന്നിരുന്നില്ല. വന്നതാണെങ്കിലും വിജയിക്കാതെ പോയ സിനിമകളായിരുന്നു. അപ്പം ആളുകൾ അറിഞ്ഞില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ചൊരു കാലഘട്ടത്തിലൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ ആ ഒരു സമയത്താണ് കുറച്ചും കൂടി സിനിമയെ മിസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക സീരിയസ് ആവുന്നതും. സിനിമ തന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യമെന്നും എനിക്കത് സിനിമയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തത് ആ ഒരു സമയത്താണ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന സിനിമ വന്നു. ആ സിനിമ വലിയൊരു വിജയമായി. ധ്വനി നമ്പ്യാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള ഒരാളായിരുന്നു, പുതിയൊരാളായിരുന്നു. അവർക്കിഷ്ടമായി. അത് കഴിഞ്ഞ് വന്ന നല്ല അവസരങ്ങൾ വന്നു തുടങ്ങി. അപ്പം ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ കഥാപാത്രം എനിക്കിഷ്ടമായോ അതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് ഒരു ക്യാരക്ടർ തരുമ്പോൾ ചിലപ്പോൾ നല്ല കഥാപാത്രമായിരിക്കും അവർ നമ്മളോട് വന്ന് പറയുന്നത്, ഭയങ്കര പെർഫോം ചെയ്യാനുണ്ടായിരിക്കും. പക്ഷേ ചിലതൊക്കെ നമുക്കൊരു പോസിറ്റീവ് ഫീല് തരില്ല. അയ്യോ ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, നമുക്കങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല. അത് ഓരോ ആളുകളുടെയും ഇഷ്ടമാണ്, ഓരോ ടേസ്റ്റാണ്. അപ്പം ചിലത് എനിക്ക് പറ്റണം എന്നില്ല, എനിക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നണം എന്നില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. പാഷന് വേണ്ടി കഥാപാത്രങ്ങൾ ചെയ്യുന്നതാണ് 101%. പണത്തിന് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ ആ സമയം തൊട്ടേ ഇപ്പം ഇവിടം വരെ നോക്കുകയാണെങ്കിൽ ഇത്രയും സിനിമകളല്ല, ഇതിനും അപ്പുറം സിനിമകൾ ഞാൻ ചെയ്തേനെ. അതല്ല, ഞാൻ അതിനപ്പുറത്തേക്ക് നല്ല സിനിമയുടെ ഭാഗമാകുക. അതിനിപ്പം പണം എന്നുള്ളത് ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരു ആഗ്രഹവും മരിക്കുന്നവരെയും സിനിമ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അല്ല, അത് അവർ അവരുടെ ലൈഫ് ചൂസ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ചൊരു സമയം കഴിയുമ്പം പിന്നെ ലൈഫിൽ സെറ്റിൽഡ് ആവണം, കല്യാണം കഴിച്ച് കുടുംബമായിട്ട് പോകണം അത് അവരുടെ പേഴ്സണൽ സംഭവങ്ങളായിരിക്കാം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് എനിക്കിത് ഒരു ജോലിയല്ല. എനിക്ക് സിനിമ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. അപ്പം അത് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നാളും കൊണ്ടുപോകണം. അതൊരു ചെറിയ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്, ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് എനിക്കിത്. ഞാനത് ഒരു തമാശ കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. ലിപ് ലോക്ക് ആയാലും എന്തായാലും സിനിമയ്ക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതൊരു ഫാഷനായോ അല്ലെങ്കിൽ അതൊരു പ്രൊമോഷനാണോ ആവാം, അതിനെയൊക്കെ അങ്ങനെ ആക്കുന്നവരുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാണുന്നത് നമ്മുടെ കഥാപാത്രം, നമ്മൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അത് ചിലപ്പം അതവിടെ അത്യാവശ്യമായിരിക്കാം. അത് എന്തായിരിക്കാം അവരുടെ ഒരു ഇമോഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ ചെയ്യുക 101%. കാരണം ആ ഒരു കഥാപാത്രത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, പൊക്കിയെടുത്ത് അതിൻ്റെ എല്ലാ എഫക്റ്റോടും കൂടി തന്നെ പ്രേക്ഷകരിൽ എത്തിക്കേണ്ടത് നമ്മൾ എന്താ പറയുക എൻ്റെ ഒരു ജോലിയായിട്ട് ഞാൻ കണക്കാക്കുന്നു.
തീർച്ചയായിട്ടും അതൊരു മോശം സംഭവമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പം കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകളത് അയ്യോ അതൊരു മോശം എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതെല്ലാം അഭിനയമാണ്. അല്ലാതെ ഇതിലൊന്നും ഞാനൊരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ആയിട്ടേ അല്ല അത് ചെയ്യുന്നത്. ആരാണോ ഞാൻ ചെയ്യുന്ന കഥാപാത്രം എന്താണോ അതിന് പൂർണ്ണത കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഭയങ്കര ഗ്ലാമറായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ഒരു ഐറ്റം ഡാൻസോ അങ്ങനത്തെ ഒരു സോങ്ങോ ഒക്കെ ചെയ്യുന്നതിന് പ്രശ്നമില്ല. ആളുകൾക്ക് അതൊരു വലിയ അത് കുഴപ്പമില്ല, അതിപ്പം എല്ലാവരും ചെയ്യുന്നു നടക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അവരൊരു ഭയങ്കര പ്രശ്നമായിട്ട് കാണിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടെ വൾഗറായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പം ഇതിനെ ഒരിക്കലും പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ഒരു സഫീതയുണ്ട്. അതിൽ നിന്നും മറികടന്ന് പോകണം എന്നുള്ള ആളല്ല ഞാൻ. പക്ഷെ നമ്മുടെ കഥാപാത്രം അതിനൊരു പൂർണ്ണത കൊടുക്കേണ്ടത് ഒരു ആക്ടറിൻ്റെ തന്നെ കടമയാണ്. അതിന് നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക എന്നുള്ളത്. അത് എന്ത് ചെയ്യണം എന്ന് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഏത് കഥാപാത്രം ചെയ്യണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഒരു ആക്ടറുടെ കൂടി എന്താ പറയുക മനോധർമ്മമാണ്. അപ്പം അതിനനുസരിച്ച് നല്ല നല്ല കഥാപാത്രങ്ങളാണെന്ന് തോന്നുന്നത് സെലക്ട് ചെയ്യാത്തത്.